ഹായ്! സൂര്യനുദിച്ചിരിക്കുന്ന സമയം. എന്തൊരു ചൂടാല്ലേ! അപ്പോൾ പുറത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്കിന് ഞാൻ ഈ സോനപ്പാപ്പടി ആ സാധനം വാങ്ങിച്ചു കേട്ടോ. 5 രൂപയുള്ളേ. അത് വാങ്ങിച്ച് കഴിച്ചു. എന്തോ ഒരാഗ്രഹം തോന്നി അന്നേരം വാങ്ങിച്ചതാണ്. പക്ഷേ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ പല യൂട്യൂബിലും ഞാൻ കണ്ടിട്ടുണ്ട്. യൂട്യൂബിലൊക്കെ പലയിടത്തും കണ്ടിട്ടുണ്ട്. അത് കണ്ടപ്പോൾ കാണുന്നത് കാര്യം ഓർത്തപ്പോൾ പിന്നെ എനിക്ക് തിന്നാൻ തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് അങ്ങ് തിന്ന് തീർത്തേ. പിന്നെ നമുക്ക് ചാമ്പയ്ക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കിട്ടിയതാണ്. അപ്പോൾ ഞാനിത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചാമ്പയ്ക്കയ്ക്ക് ഭയങ്കര പുളിയാണ്, തിന്നാൻ പറ്റുന്നില്ല. അത് തന്നെയല്ല ഉപ്പും മുളകും ഇട്ട് തിന്നാൽ അത്ര ശരിയാവും തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ നമുക്കൊരു ഷെയ്ക്കോ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് കുടിക്കാം. അതാകുമ്പോൾ ദാഹം തീരും, ഈ ചൂടത്ത് നല്ലതാണല്ലോ എന്ന് ഓർത്തു. അപ്പോൾ വരുന്ന വഴിക്ക് പാലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം അതിന് വേണ്ടിയിട്ട് ഈ ചാമ്പയ്ക്ക ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ചാമ്പയ്ക്കയുടെ പുളി കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ചാമ്പയ്ക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അടർത്തി എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഒരു പഴം എടുത്തിട്ട് നമുക്കതിനകത്തേക്ക് ഇടാം. നമ്മുടെ ആവശ്യം അനുസരിച്ചാണ് കേട്ടോ, നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്കത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഞാൻ ഇടുന്നത്. ആവശ്യത്തിന് മാത്രം പഞ്ചസാര ഇട്ടാൽ മതി, അതിൽ കൂടുതലൊന്നും പഞ്ചസാര വേണ്ട. പിന്നെ ചൂടാണെന്നറിയാം, എന്നാലും ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്ക ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ചോക്ലേറ്റിൻ്റെ 2 ബോൾസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. മിഠായിയാണ്, ഡയറി മിൽക്ക് പോലത്തെ ചോക്ലേറ്റ് ബോൾസിൻ്റെ മിഠായി ഇല്ലേ, അതായിരുന്നു. അതും ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചു. എന്നിട്ട് നല്ല കട്ടയുള്ള പാലും നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. എൻ്റെ പൊന്നോ, അടിപൊളിയാണ്. ഇതിന് ഷെയ്ക്കെന്നോ ജ്യൂസെന്നോ സ്മൂത്തിന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. നമുക്കിതിനകത്ത് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ദാഹം തീർക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഈ സമയത്ത് ചൂട് സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ ഒരു എന്താ പറയുക, ഒരു പാനീയം, അത്ര മാത്രമേ ഇതിൻ്റെ പേരിടാനുള്ളൂ. നല്ല ടേസ്റ്റായിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ഇങ്ങനെയുള്ളതൊന്നും ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്യുന്ന ടൈപ്പല്ലാന്ന് ചോദിച്ചാൽ എന്തോ എനിക്ക് അതിനുള്ള സമയമോ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എനിക്കായിട്ട് കുറച്ച് സമയം അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യുന്ന ഒരാളെ അല്ല. എന്തോ എനിക്കൊന്നും സമയം കിട്ടിയിട്ടേ ഉണ്ടായിരുന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ അതിനായിട്ടുള്ള സമയമൊക്കെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഭയങ്കര ഹാപ്പി ആയിരുന്നേ.